Hi, hello everyone. So again, രേണു 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 കാരണം വെറുതെ എന്തിനാണ് ആ സുധീനൊപ്പം പറഞ്ഞിട്ട് അയാൾക്കൊരു എന്ത് പറയാനാണ്. അപ്പോൾ ടൈറ്റിൽ പക്ഷേ രേണു പ്ലസ് സുധി പ്ലസ് ഹോം പ്ലസ് തന്നെയാണ് ഇടുക. കാരണം അത് സുധിക്കും സുധിയുടെ മക്കൾക്കും വേണ്ടിയുള്ള വീടാണ്. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനില്ല. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിനകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വീട് വെച്ചു കൊടുത്ത ആളുകൾ ആരും ഒരു മോശം വീട് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് വെച്ചു കൊടുക്കില്ല എന്ന്. ആ വീട് വെച്ച് കിട്ടിയത് മുതൽ അത് അവരുടെ വീടാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആ വീട്ടുകാരുടെ കടമയാണ് എന്നുള്ളൊരു ബോധം, മിനിമം ബോധം അവർക്ക് വേണമെന്നുള്ളത്. പിന്നെ അങ്ങോട്ട് നമ്മൾ കണ്ടത് ഇവിടുത്തെ എല്ലാ ചാനലുകളിലും ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓരോരുത്തർക്ക് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യണം, ഇൻ്റർവ്യൂസ് വരും, ഇന്നോവേറ്റബിൾ ആണ്. പക്ഷെ പറയുന്ന കാര്യത്തിലൊക്കെ കുറച്ചൊരു അന്തവും ബോധവും ഐഡിയ ഒക്കെ വേണ്ട, അല്ലെങ്കിൽ ഒരു മിനിമം വേണ്ട, ഒരു മിനിമം. ഇതൊന്നും ഇല്ലാതെ ഇവർ വെറുതെ വന്നിരുന്നിട്ട് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഈ രേണുയുടെ ഫാദർ ഡാഡി ഒട്ടും കൂളല്ല, ഭയങ്കര പ്രൊവോക്കിംഗ് ആയിട്ടാണ് സംസാരിച്ചിരുന്നത്. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമുക്ക് രേണുവിൽ നിന്ന് തുടങ്ങാം. വന്നു കഴിഞ്ഞാൽ അത് എന്നോട് ആരാണെന്ന് അറിയാം, മീഡിയ എന്നാണ് ചോരുന്നുണ്ടെന്ന് വെച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കള്ളത്തരമൊന്നുമില്ല. വീട് ചോരുന്നുണ്ട് രേണു സുധി. അപ്പം ഞാൻ അവിടെ നിന്ന് വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്, മഴ, ഇതാണ് പറഞ്ഞത്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഞാനങ്ങനെ അവർ ചോദിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ചോരുക എന്നുള്ളതും ചീത്താലടിക്കുക, ഞങ്ങൾ മലപ്പുറത്തൊക്കെ അത് പറയും, മഴ പെയ്യുന്ന സമയത്ത് കാറ്റിങ്ങനെ പാറി വന്നിട്ട് വീടിനകത്ത് കയറി ചീത്താലടിക്കുക എന്ന് പറയും. ചീത്താലടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയില്ല. പിന്നെ മീഡിയക്കാരാണോ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നത്? ഇവിടെ ചില സിനിമാക്കാരും കുറച്ച് പൊളിറ്റീഷ്യൻസും അങ്ങനെ ഹൈ പ്രൊഫൈൽ സെലിബ്രിറ്റീസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അവർക്ക് എന്തെങ്കിലും പബ്ലിക്കിലേക്ക് ഒരു കാര്യം കൺവേ ചെയ്യണമെങ്കിൽ അവർ ആ കാര്യം ഓൾറെഡി ഒരു ക്വസ്റ്റ്യനായിട്ട് മീഡിയക്കാരടുത്ത് പറഞ്ഞു വയ്ക്കും. ഓക്കെ, നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കണം, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉത്തരം പറയും. അങ്ങനെയോ ആവാലോ, ഇത് അത്ര നിഷ്കളങ്കമായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് പേഴ്സണലി ഫീലായില്ല. ഓക്കെ, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വീട്ടിൽ ചീത്താലടിക്കുന്നതും ഒരു വീട് ചോരുന്നതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തത്ര, അതറിയാത്തത്ര ഒരു വിഡ്ഢിക്കൂഷ്മാണ്ഡമാണ് രേണു എന്നുള്ളതും എനിക്ക് തോന്നുന്നില്ല. ചാനലുകാരൻ അപ്പൊ എങ്ങനെ ചോദിക്കാം, ഏത് ചാനലാന്ന് എനിക്ക് അറിയില്ല, കുറെ ചാനലുകാർ നിൽക്കുമല്ലേ. ശരിക്കും ആ ചാനലുകാരൻ എങ്ങനെ മനസ്സിലായി ഈ വീട് ചോരുന്നുണ്ട്? ഞാൻ അന്നേരം അതൊന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക. അപ്പൊ ഞാൻ വെള്ളം വീഴാറുണ്ട്, പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ വെള്ളം വീഴും. സത്യമാണ്, ഈ ചില്ലിട്ട് കൊടുത്തേ ഫുള്ള് നമ്മളകത്തേക്ക് ഇങ്ങോട്ട് വെള്ളം വീഴുക. എറിച്ചിൽ എന്ന് പറയുന്നില്ലേ, എറിച്ചിലാണ് ഞാൻ ഉദ്ദേശിച്ച ചോർച്ച. ഒരു വർക്ക് ഏരിയയുടെ കാര്യം ആവശ്യപ്പെട്ടതല്ല, നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാന്നാണ് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത്. പപ്പ പറഞ്ഞു, അല്ലാതെ അവര് ചെയ്യണമെന്ന് ഇന്ന് വരെ പറഞ്ഞു. അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങൾ ആരും. വീട്ടിൽ നിന്ന് പപ്പ പറഞ്ഞു, ഞങ്ങൾ പൈസ കിട്ടുമ്പോഴത്തേനും ഞങ്ങൾ അത് ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ വീട് വെച്ചതിന്റെ, അത് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ചൊല്ലി പപ്പ ചോദിക്കുന്നുണ്ടായിരുന്നു. മക്കൾക്ക് നമ്മൾ അവിടെ പഞ്ചായത്തിൽ അറിയണ്ടേ ഇത് ചെയ്ത്, അത് ഇതുവരെയായിട്ട് തന്നിട്ടില്ല. വീട് തന്നു കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് താമസിക്കുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയല്ലേ? ഇല്ല, മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ താമസിക്കുന്ന നമുക്ക് ആ ഒരു പൈസ ആയിട്ടില്ലല്ലോ, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള പൈസ ഒന്നും ആയിട്ടില്ല. ആകുമ്പോൾ നമ്മൾ ചെയ്യും. അതായത് ഒരു ചോദ്യങ്ങൾക്കും ക്ലിയർ ആയിട്ടുള്ള ഉത്തരം രേണുവിൻ്റെ കയ്യിലില്ല. ഓക്കെ, പിന്നെ ഈ മെയിൻ്റനൻസിൻ്റെ കാര്യം, ഇപ്പോൾ ചെറിയ കുട്ടി ഉണ്ടല്ലോ അവിടെ പയ്യൻ ഋതപ്പൻ, ഈ സുധിയുടെ ആണ്ട് സമയത്ത് തന്നെ ഈ കുട്ടിയുടെ മേത്ത് മുറികളുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്നും വന്നെടുത്ത് വെച്ച് ചെയ്തില്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് സായി അത് ചെയ്തില്ല എന്നുള്ളത്. നമുക്കത് എങ്ങനെ വന്നതാണെന്ന് അറിയില്ല, എങ്ങനെ ആയതെന്നൊന്നും അറിയില്ല. സ്റ്റിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, ബിക്കോസ് പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഗസ് ചെയ്തും നമുക്ക് ഇതെന്താ അങ്ങനെ, മനസ്സിലായോ, ഹൈജീനെ കുറിച്ച് ഒക്കെ പറയേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ കാര്യങ്ങൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു മീഡിയനെ അറിയില്ല, ആരെയും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താണ് രേണു ഇത്? കാരണം അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കാൻ പോകരുത്, മനസ്സിലായോ? അറിയുന്ന മീഡിയേൻ്റെ അടുത്ത് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകണം. ഓക്കെ, ഇതെങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആറാട്ടണ്ണൻ, പെരേര, രേണു സുധി, ഇങ്ങനൊരു യൂണിവേഴ്സിൽ മാത്രം ക്യാമറ വെച്ച് നടക്കുന്ന മീഡിയക്കാർ, ഓക്കെ, അവരുടെ തെറ്റാണോ? അവർക്ക് വ്യൂവർഷിപ്പാണ്, അവർ നിങ്ങൾക്ക് തരുന്ന വിസിബിലിറ്റിയാണ്, അവർക്കത് റവന്യൂ ആണ്, നിങ്ങൾക്കത് വിസിബിലിറ്റി. ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു എന്താ പറയുക,
ഗിവ് ആൻഡ് ടേക്ക്. ഇപ്പം നമ്മളെങ്ങനെയാണോ നിങ്ങളുടെ വീഡിയോ ചെയ്യുന്നത്, ഒരു ഗിവ് ആൻഡ് ടേക്കാണ്. നമുക്ക് റവന്യൂ, നിങ്ങൾക്ക് വിസിബിലിറ്റി, ഈ സാധനമാണ് ഈ സംഗതി അല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് നിങ്ങൾക്ക് ശരിക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റണ്ടേ? ഇതെത്രയോ ഇപ്പം ഇത് കുറച്ചായല്ലോ തുടങ്ങിയിട്ട്, നിങ്ങളത് ബ്ലോക്ക് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മീഡിയ വിസിബിലിറ്റി വേണം എന്നുള്ള ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ഭാഗത്ത് തന്നെയല്ലേ വിഷയം. പിന്നെ ഈ വീടിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം, ഇത് രേണുവും പറയുന്നുണ്ട്, രേണുവിൻ്റെ അച്ഛനും പറയുന്നുണ്ട്. അപ്പം ഇവർ ഇൻഡയറക്റ്റ്ലി ഒരു സാധനം പറയുകയാണ്. ആ ഒരു പെർട്ടിക്കുലർ സർട്ടിഫിക്കറ്റ് ആസ് പെർ മൈ നോളേജ് വീടിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചർ, അതിൻ്റെ പെർമിഷൻസ്, അതിൻ്റെ സേഫ്റ്റി, അത് നമ്മൾ എടുക്കൂലൂടെ പഞ്ചായത്ത് നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു സാധനം. പിന്നെ ആ ഒരു സംഗതി കിട്ടിയാൽ മാത്രമാണ് ഇവർക്ക് ഫേർദറായിട്ട് പിന്നെ ആ ലാൻഡ് കൈവശപ്പെടുത്തി അതിൻ്റെ ഇനിയിപ്പോൾ ലോൺ എടുക്കണമെങ്കിലൊക്കെ ആ പേപ്പർ നിർബന്ധമായിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പോൾ മേ ബി ഇനി ഇവരിത് മറ്റവരെ സംശയിക്കുന്ന പോലെ, ഈ വീട് വെച്ച് കൊടുത്തവരെ സംശയിക്കുന്ന പോലുള്ളൊരു സെറ്റപ്പിലാണ്, അറിയില്ല, അങ്ങനെയാവാം. ഇതൊക്കെ ഒരു എറിഞ്ഞു കൊടുക്കൽ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നു. പിന്നെ ഇവരൊക്കെ സംസാരിക്കുമ്പോൾ, രേണു സംസാരിക്കുമ്പോൾ, രേണുവിൻ്റെ പപ്പ സംസാരിച്ച സമയത്തൊക്കെ ബോഡി ലാംഗ്വേജ് ഭയങ്കര അഗ്രസീവാണ്, മനസ്സിലായി? അപ്പുറത്ത് ആ ഫിറോസൊക്കെ സംസാരിക്കുന്ന സമയത്ത് അയാൾ വളരെ കൂളായി നീറ്റായി നിന്ന് കാര്യം പറഞ്ഞിട്ട് പോകുന്നു. അയാൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് അവർക്ക്, അവർ ചെയ്ത് തരാനും റെഡിയാണ്. നിങ്ങളുടെ ഒരു അറഗൻസ് എടുത്തിട്ട് അവർക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാനാണ്? നാട്ടുകാർക്ക് കണ്ടാൽ മനസ്സിലാവാതിരിക്കുന്നില്ലല്ലോ, മനസ്സിലാവും. നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രത്തോളം ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ എന്തായാലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പരാതി പറയണമായിരുന്നു. എന്ത് തോന്നുന്നു? എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നില്ല. ഞാനുള്ള കാര്യമാണ്. എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ ശരി, ആ വെള്ളം വീഴുന്നുണ്ട്, പറഞ്ഞ സത്യമാണ്. കാരണം കുറെ നാളായിട്ട് വിളിക്കുന്നുണ്ട്. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ നമുക്ക്, അതിന് വേണ്ടിട്ട് വിളിക്കുന്നുണ്ട്. 1 വർഷം ആകുന്നത് ഇതുവരെയായിട്ട് തന്നിട്ടില്ല. ഞാൻ പറയട്ടെ, 24 വീട് തരാമെന്ന് ആദ്യം പറഞ്ഞത്. അപ്പൊ ഇവരാണ് KHDC, ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ല. KHDC ഫിറോസിക്ക തന്നെയാണ് 24 ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞത്. ഞങ്ങളുമായിട്ടല്ല കോൺടാക്ട് ചെയ്തവര്. അല്ല, 24 കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞാലും വീട് തരുന്നത് നിങ്ങൾക്കല്ലേ? അതെ, നിങ്ങൾ മക്കളെയല്ലേ അവർക്ക് അവരൊരിക്കലും 24 വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ടാവും. മനസ്സിൽ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്താണ് തരാത്തത്? ഞാനല്ല ചോദിച്ചത്, എന്റെ പപ്പായാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് അറിയില്ല, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് സർട്ടിഫിക്കറ്റ്. ഞങ്ങൾക്ക് വീടിന് ഇത് നമ്മൾ റേഷൻ കാർഡ് ഒക്കെ ചേർക്കണ്ടേ, പഞ്ചായത്തിലൊക്കെ കൊടുക്കണ്ടേ? അതുപോലെ ഇത് അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. സംസാരിച്ചപ്പോൾ എല്ലാം തരില്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയട്ടെ. എന്നോടല്ല പറഞ്ഞത്, പപ്പ അത് പറയുന്നുണ്ട്. പപ്പാട് പറയുന്നുണ്ട് 1 വർഷം ആകുന്നില്ല, ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. സർട്ടിഫിക്കറ്റ് തരട്ടെ. കുറച്ചൊരു ഡിലേ ആയെന്ന് പറഞ്ഞിട്ട് ഇല്ല, അങ്ങനെയല്ല, തരില്ല എന്ന് പറഞ്ഞാലോ? ഡിലേ ആണെന്ന് തരില്ല, അത് തരാൻ പറ്റത്തില്ല. അല്ലെ പപ്പയോടാണ് പറഞ്ഞത് ഇടിച്ചു പൊളിക്കും എന്നൊക്കെ പറഞ്ഞാലോ, അങ്ങനെയൊക്കെ പറഞ്ഞാലോ, എങ്ങനെ പറഞ്ഞാൽ? അതായത് രേണുവിനോടല്ല ഇതൊന്നും ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി സംസാരിച്ചിട്ടുള്ള. ഈ ഫിറോസും ഡയറക്റ്റ് ആയിട്ട് ഇവരോടല്ല സംസാരിച്ചിട്ടുള്ളത്. ഫിറോസിന്റെയും രേണുവിന്റെ ഫാദറിന്റെ ഇടയിൽ 3ാമത് ഒരാൾ നിന്നിട്ട് സംസാരിച്ച കാര്യങ്ങളാണ്. ആ വ്യക്തിയാണ് ഫിറോസ് പറഞ്ഞ കാര്യങ്ങൾ രേണുവിന്റെ അച്ഛനോട് പറഞ്ഞതും. രേണുവിന്റെ അച്ഛൻ അത് മീഡിയയിൽ പറയുമ്പോഴാണ് രേണു കേട്ടതും. അതൊക്കെ ഇന്റർവ്യൂവിനകത്ത് കിടക്കുന്നുണ്ട്. രേണു അപ്പം ഇങ്ങനെ ആഹാ എന്നുള്ളൊരു മുഖഭാവമൊക്കെ ആയിട്ടാണ് ആ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിട്ടുള്ളത്, മനസ്സിലായോ? അപ്പം നിങ്ങളിതിങ്ങനെ ബ്ലണ്ടായിട്ട് വന്നിട്ട് ഇതിങ്ങനെ വിളിച്ച് പറയുകയാണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ എന്ത് വേണം? ഒരു പ്രൂഫ് വേണം. ഫിറോസ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തരില്ല, മനസ്സിലായോ? നിങ്ങൾക്ക് വെച്ച് തന്ന വീട് ഞങ്ങളതിന് സർട്ടിഫിക്കറ്റ് തരില്ല. കാരണം അവർ പറഞ്ഞതിനൊരു തെളിവ് വേണ്ടേ? അതില്ല. ഇതൊരു ഹേഴ്സേ പോലെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് വന്നിട്ട് സ്വന്തം അച്ഛൻ പറഞ്ഞതാണെങ്കിലും അച്ഛനോട് വേറൊരാൾ ഫിറോസ് പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്, മനസ്സിലായില്ലേ? പിന്നെ രേണുവിൻ്റെ അച്ഛനെ കൊണ്ട് ഇത് ഡീലേക്കേണ്ട കാര്യം എന്താ ഉള്ള? രേണു ലൈക്ക് എന്താ പറയുക, സ്വയം അയൺ ലേഡിയാണ്. അപ്പോൾ രേണു എന്നെ വിളിച്ചിട്ട് സംസാരിക്കണ്ടേ, മനസ്സിലായോ? ആർക്കാണ് അതോറിറ്റി കൂടുതൽ ഇവിടെ? സുധിയുടെ മക്കൾക്ക് സുധിക്ക് വേണ്ടി വെച്ചു കൊടുത്ത വീട്ടിൽ അവർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതോറിറ്റി ഉള്ളത് രേണുവിനല്ലേ? രേണു ആണല്ലോ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ പൊക്കി പിടിച്ച് ഞാനാണ് സുധിച്ചേട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് വന്നത്. നിങ്ങൾ തന്നെയാണ് ഭാര്യ. അപ്പോൾ നിങ്ങൾക്കാണപ്പോൾ ചോദ്യം ചോദിക്കാനുള്ള അധികാരമുള്ളത്, നിങ്ങളുടെ അച്ഛനല്ല, മനസ്സിലായോ? നിങ്ങളുടെ അച്ഛനും സുധീൻ്റെ മക്കളും എന്നുള്ള ബന്ധത്തിനേക്കാൾ നല്ലത് നിങ്ങളല്ലേ അമ്മ, നിങ്ങളല്ലേ ചോദിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫിറോസിനെ വിളിച്ചില്ല, സംസാരിച്ചില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ വേർഷൻ. അച്ഛനാണ് എല്ലാം ചെയ്തത്. ഹലോ, ബുൾഡോസർ വെച്ച് കളയുമെന്ന് പറഞ്ഞതോ? അതെന്താ നിങ്ങൾ? അത് ആരാണ് പറഞ്ഞത്? ഫിറോസക്ക പറഞ്ഞെന്നാണ് ഒരാൾ എന്റെ പപ്പയോട് പറഞ്ഞത്. ഒരാളെന്ന് പറഞ്ഞാൽ പപ്പ അത് പബ്ലിക്കായിട്ട് പറയും, കുറച്ച് കഴിയുമ്പോൾ പറയും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ച് നിരത്തുമെന്ന് പറഞ്ഞു. അതൊന്നും നമ്മൾ
നമ്മളെ പറയുന്ന മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രം അത് എന്തിന്റെ പേരിൽ ആരാണ് പറയുന്നത്? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡീറ്റെയിൽ അറിയില്ല. ആളത് പറയും, എന്റെ പപ്പ അത് പുറത്ത് പറയും. അല്ല, പപ്പോടാണോ ഈ ഫിറോസ്ക പറഞ്ഞു എന്ന് പറയണേ? ഫിറോസിക്ക പറഞ്ഞെന്ന് വേറൊരാളാണ് പപ്പയോട് പറഞ്ഞത്. പപ്പ അത് പറയും. അതായത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീടാണ്. ആലോചിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എൻ്റെ ഒരു തീരുമാനം, ആലോചനയാണ് ഞങ്ങളെ വീട്ടിൽ. കാരണം കേട്ട് മടുത്തു. കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം ആ കുഞ്ഞിനെ തന്നെ അവിടെ നിർത്താൻ പറ്റുമോ? ഇല്ല. ഈ പറയുന്ന ഈ കുറ്റം പറയുന്നതെല്ലാം വന്നാൽ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നോക്കുന്നെങ്കിൽ നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടു തരത്തില്ല. എന്റെ പൊന്ന് രേണു, എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയ്യേ, ലൈക്ക് നിങ്ങളുടെ കുഞ്ഞാണ്, സുധിയുടെ കുഞ്ഞാണ്. അപ്പം നിങ്ങളല്ലേ നോക്കണ്ടേ ആ കുട്ടിയെ? മൂത്ത പയ്യൻ ഓക്കെ, ഈ ചെറിയ കുട്ടിയെ ടേക്ക് ഗാർഡ് ചെയ്യുക എന്നുള്ളതിന് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനേ പാടില്ല. ശരിക്കും ഇത്ര പറയുന്നവർ നിങ്ങൾ നോക്കിക്കോ, വീട് അടച്ചു പൂട്ടിപ്പോവും. അതായത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞ പോലെ രേണുവിനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഈ ഒരു എന്താ പറയുക, അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ കൊച്ചിയിലൊക്കെ മാറേണ്ടി വരും. വീട് അടച്ചു പൂട്ടിപ്പോയി കഴിഞ്ഞാൽ കിട്ടിയ, അതായത് ഇവിടെ വീടില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. വീട് എന്ന് പറഞ്ഞാൽ സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ കിട്ടിയിട്ടും അത് ഉപയോഗിക്കാതെ അത് ഇട്ടിട്ട് പോയി എന്നുള്ള പേര് നാളെ വരും. ഇതിപ്പോൾ ഇങ്ങനെയാവുമ്പോൾ എന്താണ്, കുറച്ചും കൂടി ഈസിയാണ്. മനസ്സിലായോ? ഇട്ടിട്ട് പോവാമല്ലോ. പിന്നെ നിങ്ങൾ തന്നെ ഇതിൽ പറയുന്നു അപ്പനത് തുറന്നു പറയും, പപ്പ അത് തുറന്നു പറയുന്നു. ഇത് പപ്പ ഒരു ചാനലിൽ തുറന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത് ആദ്യമായിട്ട് കേട്ട പോലത്തെ ഒരു മുഖഭാവമൊക്കെയാണ് നിങ്ങൾ ഇട്ടത്. അപ്പോൾ എന്താ അഭിനയമായിരുന്നു? ഇവരൊക്കെ എന്തുവാണ് ഇവരൊക്കെ? ഈ ഫിറോസ് പറഞ്ഞ വ്യക്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവർ നമ്മളെ സമീപിച്ച രീതി, അല്ലെങ്കിൽ അവർ ഇത് പറഞ്ഞ രീതി ഉണ്ടല്ലോ, അതായിരുന്നു നമ്മുടെ പ്രശ്നം. പല പ്രശ്നങ്ങളും നമ്മളോട് പറയുമ്പോഴും ഇവർ അതിൻ്റെ പുറത്തൊരു ഭീഷണിയുടെ സ്വരം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കായാലും അതിനോടൊരു ഇഷ്ടക്കേട് തോന്നും. അതാണ്, ഒരു അഗ്രസീവ് ബോഡി ലാംഗ്വേജ് ആണ് രേണുവിനാണെങ്കിലും ഇപ്പം രേണുവിൻ്റെ അച്ഛൻ്റെ അടുത്തുനിന്നാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു ബോഡി ലാംഗ്വേജ്. അത് അത്ര എന്താ പറയുക, ആരും ഇമ്പ്രസ് ചെയ്യില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എപ്പോഴും അത് ഇവരെന്താ ഇങ്ങനെ, മനസ്സിലായോ? എപ്പോഴും സോഷ്യൽ എന്തിന്, ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോകുമ്പോൾ വരെ ചാനലുകാരെ 10 വിളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടുന്ന് ചീത്തയും കെട്ട് പോകുന്ന ആളാണ്. അപ്പോൾ പിന്നെ ഒരു ആവശ്യത്തിന് ഒരാളെ വിളിച്ചിട്ട് ആ ആവശ്യത്തിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ അത് മാത്രം സംസാരിക്കണം. അല്ല, നിങ്ങൾ എന്താ ഈ പറഞ്ഞു വെക്കുന്നത്? രേണുവിൻ്റെ പപ്പയൊക്കെ പറയുന്നത് എന്താ പറയുക, ഞങ്ങളെ വീടിൻ്റെ ഗേറ്റ് ഓപ്പണാണ്, എപ്പോൾ വേണമെങ്കിൽ മീഡിയക്കാർക്ക് വരാം. എന്നാൽ മീഡിയക്കാരാണോ നിങ്ങളെ വീട്ടിൽ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്? നിങ്ങൾ ഈ നാട്ടുകാർ പറയുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്നവരെ പറയുന്നുണ്ട്. നിങ്ങളെന്നാ മീഡിയക്കാരെ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുക. അവർ ഇത്രയും കണ്ടന്റ് എടുത്ത് പോകുന്നുണ്ടേ, അവർ നിങ്ങൾക്ക് കാശ് തരുന്നുണ്ടോ? അവർ നിങ്ങൾ കാശ് വാങ്ങുന്നുണ്ടോ? ശരിക്കും അവരല്ലേ എന്നാ ചെയ്യേണ്ടത്? ഇതെന്താ പറയുക, ഇത് ചുമ്മാ ചോദിപ്പിക്കുകയാണ് എല്ലാവരെ കൊണ്ട്. ഏതെങ്കിലും ഒരു വീടിൻ്റെ ഡോറ് 24/7 ഈ ഇന്ത്യയിൽ തന്നെ മീഡിയക്കാർക്ക് ഓപ്പണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ വീട് എന്നുള്ള രീതിക്കാണ് നിങ്ങൾ സംസാരിക്കുക. കാരണം മീഡിയക്കാർക്ക് നിങ്ങളെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന പോലെയാണ് നിങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. ഒരാളെ വിളിച്ചിട്ടൊരു പ്രശ്നം പരിഹരിച്ച് തരാൻ പറയുമ്പോൾ അതിന് തിരിച്ച് നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങൾ പ്രശ്നം പരിഹരിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ, രേണുവിൻ്റെ അച്ഛൻ പറഞ്ഞതാ, നിങ്ങൾ പ്രശ്നം പരിഹരിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ മീഡിയ വന്ന് വീഡിയോ എടുത്ത് പോയിട്ട് പിന്നെ ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യം. അത് ഭീഷണിയാണ്, അത് പ്യുവർ ഭീഷണിയാണ്. അത് ഭീഷണിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് പൊളിയില്ലേ? കൂടെ കട്ടട സിമെന്റ് കൂടെ തേപ്പില്ലെങ്കിൽ കട്ട നനഞ്ഞ് പോകും. അങ്ങനെ വീടിന്റെ അവസ്ഥ, ഈ സാധനം ഫിറ്റ് ചെയ്തതിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്നും ഞാൻ പറയുന്നില്ല, മനഃപൂർവ്വം ഞാൻ മിണ്ടാതിരുന്ന. ആരെങ്കിലും മലയാളികളായിട്ട് ആരെങ്കിലും ഇതുപോലുള്ളൊരു അവസരം ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ദയവേത് നിങ്ങൾ അവർക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇതുപോലുള്ള വീട് ഉണ്ടാക്കി കൊടുക്കരുത്. എൻ്റെ പൊന്നോ, കിട്ടിയ വീട് അത് മെയിൻറ്റെയിൻ ചെയ്യാതെ, ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വളരെ മാന്യമായി പറഞ്ഞു തീർക്കാതെ, നിങ്ങളുടെ മകളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയില്ല, ശ്രദ്ധക്കുറവെന്ന് പറയില്ല, ഒരു അറ്റൻഷൻ സീക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മകള് പറഞ്ഞൊരു കാര്യം, അതായത് ചീത്താലടിക്കുന്നതിന് ചോർച്ച എന്ന് പറഞ്ഞതിൽ നിന്ന് ഉണ്ടായ വിഷയങ്ങളാണിതൊക്കെ. അതും ആ മീഡിയക്കാരൻ എന്തുകൊണ്ടത് രേണുവിനോട് ചോദിച്ചു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലേക്ക് മീഡിയക്കാർക്ക് അൺലിമിറ്റഡ് ആക്സസ് നിങ്ങൾ കൊടുത്തത് കൊണ്ട് എന്നുള്ളത് വേണം എനിക്ക് പറയാൻ. അവിടെ ഒരു കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിക്ക് ഒരു പ്രൈവസി ഇല്ലേ? അത് നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ഋതപ്പനൊക്കെ അതുപോലും നിങ്ങൾക്ക് കൺസേൺ അല്ല. ഇന്ത്യയിലായതുകൊണ്ടും അതിൻ്റെ നിയമങ്ങൾ ഭയങ്കര വീക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് വിഷയമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനും പണി കിട്ടിയിരുന്നു വേറെ രാജ്യത്താണെങ്കിൽ.
ഇത് തുടങ്ങുന്നതിൻ്റെ റൂട്ട് കോസ് എവിടുന്ന? ഈ അച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി ഇയാളിരുന്ന് ഈ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ. എടോ മനുഷ്യ, നിങ്ങൾക്ക് അത്രത്തോളം വിഷയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സാധനം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരുന്നു. അത് നിങ്ങൾ ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ? പിന്നെ അവിടെ ഇരുന്നിട്ട് ഇത് ആർക്കും ഇങ്ങനത്തെ ഒന്നും ചെയ്തു കൊടുക്കരുതെന്നൊന്നും താൻ ആരാ ഇതൊക്കെ പറയാം? നിങ്ങൾ ആരാണ്? കിട്ടേണ്ടവർക്ക് കിട്ടട്ടെ, അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ, അർഹത ഇല്ലാത്തവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കൊടുത്തിട്ട് അവരെ അവിടെ താമസിപ്പിക്കാൻ, ഈ ഉണ്ടാക്കുന്നവൻ പറയുന്ന ആൾ അവിടെ താമസിപ്പിക്കാനും നാട്ടുകാർ പറയുന്ന ആൾക്കാരെ അവിടെ താമസിക്കാനും അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ ആർക്കും ഒരു സഹായം ചെയ്യരുത്. ഈ ഒരു സഹായം കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൊണ്ട് പറയാം. ഞങ്ങളെ നോക്കണ്ട. ഈ കുഞ്ഞിനെ ഓർത്തോ, ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ഓർത്തോ. കിച്ചു അവന് 21 വയസ്സായി. സുധി മരിക്കുമ്പോൾ അവന് 19 വയസ്സുണ്ട്. അവനിന്ന് കോളേജിൽ പഠിക്കുന്ന ഒരു പുരുഷന്. പറയുന്നില്ല അവൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? അവനെ ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്നവരാരും വാ. എനിക്കതേ പറയാനുള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെയും ഈ കുറെ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അതുകൊണ്ട് എന്താ പറയുന്നത്, സ്വർഗം പോലെ തുള്ളിച്ചാടുന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവരിങ്ങോട്ട് വരട്ടെ. ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ, വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കുക. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? പറയണോ, താനൊക്കെ പറ. അതുകൊണ്ട് ഈ സംസാരിക്കുന്നത് ഒരു ഫോൺ കൈ കിട്ടിയോണ്ട് അതേ കയറി സംസാരിക്കുന്നതുകൊണ്ട് വലിയ കാര്യം എന്ന് ഓർത്ത് ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൂ, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിട്ട് ഞങ്ങളെ ചീത്ത വിളിപ്പിച്ചു. ഞങ്ങൾക്കിത് സത്യസന്ധമായ കാര്യം ഞാനിവിടെ പറയുന്നത്. ഇവിടെ വന്ന് കണ്ടോ നിങ്ങൾ, ഈ ഒരു പൈസ എങ്കിലും മുടക്കി. എന്നടേത് മകൾക്ക് ഒരാളിൽ കുട്ടി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡാഡി കൂൾ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ആ മകള് ഇപ്പോ വർക്കിന് പോകുന്നുള്ള സമയത്ത് മകളുടെ ഹസ്ബൻഡ് ഇല്ലാത്തൊരു അവസ്ഥയിൽ ആ കുട്ടിയെ നോക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായോ? ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ടും നിങ്ങളെ കൊണ്ട് ആവുന്ന കാലത്ത്, ഞാനിത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ ഇയാൾ ഇത്രത്തോളം പറഞ്ഞതുകൊണ്ട് പറയാം, ആവുന്ന കാലത്ത് ഒന്നും മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റാത്ത ഒരാളായത് പിടിപ്പുകേട് നിങ്ങളുടെ അവസ്ഥയാണോ, നിങ്ങളുടെ ആരോഗ്യാവസ്ഥയാണോ, നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. മനുഷ്യ, നിങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് നാട്ടുകാർ സഹായിക്കേണ്ട ഗതിയിലേക്ക് നിങ്ങളുടെ മകൾ ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ വന്നത്, മകളും മകളുടെ കുട്ടിയും. ഈ മൂത്ത മകനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇയാളുടെ ബോഡി ലാംഗ്വേജിലും ഇയാളുടെ മുഖത്തും ഇയാളുടെ വർത്തമാനത്തിലും നിങ്ങൾക്ക് മനസ്സിലാവും ഈ വ്യക്തിക്ക് അവനൊരു പരമപുച്ഛം, അവൻ എങ്ങനെയും ജീവിക്കുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാന്നുള്ളത്. ഇവരുടെ മനസ്സിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയോ? എന്തുകൊണ്ടാണ് എല്ലാവരും കിച്ചുവിനെ സ്നേഹിക്കുന്നത്? എന്താ ആർക്കും എന്താ ഋതപ്പന വേണ്ടാത്ത ഈ സംഗതി ഇവരുടെ മനസ്സിൽ കിടക്കുന്നത് ഈ രണ്ടുപേരും. അത് വളരെ വ്യക്തമായിട്ട് ഇവരുടെ മുഖത്തുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ എത്രയോ കാലമായിട്ട് വീഡിയോ ചെയ്യുന്നില്ലേ, എനിക്ക് ഓരോരുത്തരുടെ വീഡിയോയിലുള്ള ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. എനിക്ക് അങ്ങനെ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവർക്ക് കിച്ചുവിനോടൊരു പ്രത്യേക സ്നേഹം എല്ലാവർക്കും ഉണ്ട്. സീരിയസ്ലി. ഇപ്പം ഞാനും ആ പയ്യന് മെസ്സേജ് അയക്കാറുണ്ട്, കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് കുറച്ചുകൂടി ജെന്യൂനിറ്റി, കുറച്ചൊന്നല്ല, അവനെ ജെന്യൂനായിട്ട് ഫീൽ ചെയ്യും. ചെറിയ കുട്ടിയെ കാര്യം നമ്മളൊന്നും പറയുന്നില്ല, ബട്ട് കുട്ടിയാണ്. ആ കുട്ടിയെ നമ്മളൊന്നും പറയാനും ഇല്ല, നോക്കാനും ഒന്നിനും ഇല്ല. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ്ലി. രേണുവിൻ്റെ റെസ്പോൺസിബിലിറ്റി, രേണുവിൻ്റെ അച്ഛൻ്റെ റെസ്പോൺസിബിലിറ്റി. ഈ സുധി എന്ന് പറയുന്ന കലാകാരൻ അമ്മ ഇല്ലാത്ത സമയത്ത് ഈ കുട്ടിയെ കൊണ്ട് സ്റ്റേജ് പ്രോഗ്രാംസിന് പോയി, അതായത് ഈ മൂത്ത കുട്ടിയെ കൊണ്ട്, കിച്ചുവിനെ കൊണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് പോയി കുട്ടിയെ ഒരു സിംഗിൾ പാരൻ്റായിട്ട് അത് അച്ഛൻ നോക്കിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഈ കിച്ചുവിന്. അത് സുധി ചെയ്തിരുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ട മനുഷ്യൻ? എവിടെ ഇരുന്നിട്ട് ഈ കിടന്നിട്ട് എന്ന് പറഞ്ഞ് കുരയ്ക്കാതെ, മകള് പണിക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പണിക്ക് പോകുന്ന മകളൊപ്പം നിങ്ങൾ ഈ കുട്ടീൻ്റെ അടുത്ത് നിന്നപ്പോ, അപ്പം മകൾക്കും എന്തായി, സെക്യൂരിറ്റി ആയി. കുട്ടീനെ നോക്കുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുകയും ചെയ്യും. എന്താ ഈ രേണുവിനെ വർക്കിന് വിളിക്കുന്ന ആളുകളൊക്കെ അച്ഛനും കുട്ടിയും വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ വേണ്ടാന്ന് പറയൂ. ഇതൊന്നും ഇല്ല. ഇനി നാട്ടുകാർ നോക്കണം, നാട്ടുകാർ നോക്കണം. എന്താ നിങ്ങളുടെയൊക്കെ കഥ? എനിക്ക് മനസ്സിലാവുന്നില്ല. മുടക്കാത്തവരാണെങ്കിൽ ഇവിടെ വന്നത്, ഞങ്ങൾക്ക് ഇവിടെ അയൽവക്കം എന്ന് പറഞ്ഞാൽ 5.5 ഏക്കർ സ്ഥലത്തിനകത്ത് ഈ ഒരു വീടും ഇവിടെ താമസിക്കുന്ന വിഷയമുള്ളൂ. ബാക്കി ഞങ്ങൾ ഇറങ്ങി വേണം അയൽവക്കത്ത് ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാനായിട്ട് ചോദിക്കുന്നുണ്ടോ. ഇവിടെ അന്തസ്സായിട്ട് 24 ഇവിടെ പണിത് തരുമായിരുന്നു തരും. ഞങ്ങൾക്ക് ഇത്ര വലിയ വീടുന്നില്ല. അവർ അന്തസ്സായിട്ട് 2 വീടും 2 മുറിയുടെ ഒരു വീട് ഈ കുഞ്ഞുങ്ങൾക്ക് അല്ല അവർ വെച്ച് തരും. ഇദ്ദേഹത്തിനാണ് ആര് പറഞ്ഞു? ഞങ്ങൾ ചെന്ന് പറഞ്ഞു ഇയാളെ ഒന്ന് പണിയാനായിട്ട്. എന്നിട്ട് ഈ കണ്ട കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് കാണണം. നിങ്ങൾക്കൊന്നും അറിയത്തില്ല, നാട്ടുകാർ മലയാളികൾ നിങ്ങൾ വന്ന് കാണണം. ഇതെന്നാ കാണിച്ചു വെച്ചിട്ട് കുമ്മായം കൊണ്ട് തേച്ച് വെച്ച് പുറം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു കള്ളമല്ല പറയുന്നത്, ഇയാൾ പറഞ്ഞ കള്ളം. ഈ സാധനങ്ങളൊന്നും പോയില്ല. ഇപ്പം 2.5 ഇഞ്ചിൻ്റെ ആണി പിടിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു, ഞങ്ങളുടെ തലയെ വീഴാതിരിക്കുന്നു. എനിക്കിതൊക്കെ പറയാനുണ്ട്.
കിച്ചുവിനും ഋതുവിനും ഭയങ്കര സ്നേഹമാണ് അവർക്ക് രണ്ടുപേർക്കും. പക്ഷെ പല മലയാളികളും ഋതുവിനെ മറന്നു പോകുന്നു. എല്ലാരും ഒന്നല്ല, ഈ യൂട്യൂബേഴ്സ് കുറെ പേരും അത് നിന്നോടുള്ള വിരോധം കൊണ്ട് എന്നോടുള്ള വിരോധം കൊണ്ട് എന്തിനാണ് ഋതുവിനെ അവനെ മറക്കും. സുധിച്ചേട്ടന്റെ മക്കളാണ് രണ്ടുപേരും. ഈ കിച്ചുവിനെ പോലെ തന്നെ അവകാശമുള്ളതാണ് ഋതുവിന്, ഋതുവിനെ പോലെ തന്നെ അവകാശമുള്ളതാണ് കിച്ചുവിനും. അതുകൊണ്ട് എനിക്ക് അവസാനം കുഞ്ഞിനെ മറന്നു പോകുന്നു പല ആൾക്കാരും. അവസാനമായിട്ട് ഒരു 100 റിയാക്ഷൻ വീഡിയോ ഇറങ്ങുമ്പോ ഒന്നും റിയാക്ഷൻ ഇട്ടോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കാണുന്ന ഓർത്തിടണ്ട, ഞാനും കാണത്തില്ല, ഒന്നും ഞാൻ കാണാം. ഇടുന്നവരോടും നമുക്ക് സന്തോഷമുള്ളൂ. എങ്ങനെ ഇരിക്കണം, ഒന്നും കാണത്തില്ല, കാണാറില്ല, ഒന്നും അറിയാറില്ല. പക്ഷെ വീഡിയോ ഇടുന്നവരെ കുറിച്ചും വീഡിയോനെ കുറിച്ചിട്ടൊക്കെ നല്ല വിവരമുണ്ട്, എല്ലാം കാണാറുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു വായം തന്നെ വരുന്നുണ്ട്. അതായത് ആരും എന്താണ് റിതപ്പനെ നോക്കാത്ത, റിതപ്പൻ്റെ കാര്യം. ഈ കിച്ചു എന്ന് പറഞ്ഞ പയ്യനെ അമ്മയില്ല അച്ഛനും ഇല്ല, മനസ്സിലായോ? അമ്മയില്ല അച്ഛനും ഇല്ല, ബയോളജിക്കൽ ഫാദർ ആൻഡ് മദർ ഇല്ല പയ്യന്, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പിന്നെ ആ പയ്യൻ്റെ എന്താ ആറ്റിറ്റ്യൂഡും ആ പയ്യൻ സംസാരിക്കുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആളുകൾക്ക് അവനോട് ഇഷ്ടക്കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തിനാണ് കുറയ്ക്കേണ്ട ഒരു ആവശ്യമുള്ളത് ആളുകൾ? ഋതപ്പൻ ചെറിയ കുട്ടിയാണ്, അമ്മയുടെയും മുത്തശ്ശൻ്റെയും ഒക്കെ തണലിൽ തന്നെ വളരേണ്ട കുട്ടിയാണ്. ഋതപ്പൻ കിച്ചുവിൻ്റെ പ്രായമാവട്ടെ. അപ്പം സുധിയോടും രേണുവിനോടും ഒക്കെ ആളുകൾക്ക് ഈ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും, മനസ്സിലായോ? പിന്നെ വെറുപ്പ്, എന്നോടുള്ള വെറുപ്പ് കുട്ടിയോട് എന്നൊക്കെയാണ് രേണുവിൻ്റെ വേർഷൻ. രേണു ഇങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? സോഫ്റ്റ് ടാർഗറ്റ്സ് ആണല്ലോ കുട്ടികൾ, അവരെയും കൂടിയും വെച്ച് പിടിക്കും. കൊള്ളാം എന്താണെന്നുണ്ടെങ്കിൽ. പിന്നെ അവരുടെ മറ്റ് ചില ഇൻ്റർവ്യൂവിൽ ഞാൻ കാണുകയുണ്ടായി, വാഷ് ബേസിൻ പൊട്ടി വീണു, അല്ലെങ്കിൽ ബാത്റൂമിലെ ടാപ്പുകൾ പൊട്ടി വീണു. ഇതിനൊക്കെ 10 വർഷം 15 വർഷം വാറൻറ്റിയുള്ള സാധനങ്ങളാണ്. ഇതിനെല്ലാം ഒറിജിനൽ ബിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവർ ഇന്നേ വരെ ഞങ്ങളുടെ അടുത്ത് ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് ഏതെങ്കിലും ഈ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? ജസ്റ്റ് മാനുഫാക്ചർ വിളിക്കുക, സാധനം റിപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറയാം. അവരുടെ ഓൺ കോസ്റ്റിൽ വന്നിട്ട് സാധനം റിപ്ലേസ് ചെയ്ത് കൊടുക്കും. ഇൻ്റർവ്യൂവിലും പറഞ്ഞിരുന്നത് ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ വെള്ളം വരുന്നത്, ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ വരുന്നതാണ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ഞാൻ അറിയുന്നത്. തീർച്ചയായിട്ടും ഇന്ന് അവിടെ കൺസ്ട്രക്ഷൻ മാനേജറും അതേപോലെ സൈറ്റ് സൂപ്പർവൈസറും ഉണ്ട്. അവരോട് ബാഹ്യമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്ത് പരിഹരിച്ച് കൊടുക്കാൻ പാടില്ല. അതിന് പേര് വന്നു കഴിഞ്ഞാൽ എന്ത് പൈസ വന്നു കഴിഞ്ഞാലും നോ പ്രോബ്ലം, നമ്മളത് ചെയ്തു കൊടുക്കും. ഒരു വീട് വെച്ച് കൊടുത്തതിൻ്റെ പേരിൽ 10 വീഡിയോയിൽ വന്നത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ഗതികേട് ഈ മനുഷ്യന്. ശരിക്കും 24 ന്യൂസിലെ മറ്റേ ശ്രീകണ്ഠൻ നായർ വിചാരിക്കുന്നുണ്ടാവും, ഭാഗ്യം ഇവർ വെച്ച് കൊടുത്തത്. ഞങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ന്യൂസ് അവറിലൊരു 4-5 സ്ലോട്ട് ഈ രേണുസുതി വീട് വിഷയത്തിൽ വർത്തമാനം പറഞ്ഞ് തീർക്കേണ്ട ഒരു ഗതികേടിക്ക് ആയിരുന്നല്ലോ ഞങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് ഒരു കഴിച്ചിലായി വിചാരിക്കുന്നുണ്ടാവും. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല, അത് കൊടുത്താലാണ് വീടിന്റെ നമ്പർ കിട്ടുള്ളൂ. അത് പഞ്ചായത്ത് കൊടുക്കേണ്ടതാണ്. പക്ഷെ അതിന് മുൻപ് നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് എന്തുകൊണ്ടാണ് ഇതുവരെ? നമ്മൾ ഈ വീടിന്റെ ഫസ്റ്റ് അപ്രൂവൽ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരു 7 മാസത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്ത്, കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്ത്. അത് നമുക്ക് താജ് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അപ്രൂവൽ കിട്ടിയത്. അപ്രൂവൽ കിട്ടി നമ്മൾ വീട് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് ഇവർ വില്ലേജിൽ ഒരു 1 ടൈം ടാക്സ് അടക്കണം. അത് ഇവരടക്കണം. ഇവർ 1500 രൂപയുടെ വരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് അടക്കാൻ പറഞ്ഞപ്പോൾ അന്ന് ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അത് അടക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ചു, ഒരു 1000-1500 രൂപ അടയ്ക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും വലിയൊരു വീടുണ്ടാക്കി കൊടുത്ത്, ഇത്രയും നല്ലൊരു വീടുണ്ടാക്കി കൊടുത്തിട്ട് അത് അടയ്ക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മൾ. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ അത് അടച്ചിട്ട് പോയെന്ന് പറയും. അത് അടയ്ക്കാൻ പോയപ്പോൾ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് ഈ വീടിന് ഇത് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്രൂവൽ നമ്മൾ പഞ്ചായത്തിൽ കൊടുത്തപ്പോൾ പഞ്ചായത്തിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെയായിരുന്നു കുറേ കാലം. പിന്നെ അത് പുള്ളി സംഘടിപ്പിച്ച് ആ സമയത്താണ് നമ്മുടെ അപ്രൂവൽ എടുത്ത പയ്യൻ ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാൾ അപ്രൂവൽ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാളത് അപ്രൂവൽ പിന്നെ പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ആദ്യം അപ്രൂവൽ എടുത്ത ആളെ കൺസൈൻസ് ലെറ്റർ വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അത് കിട്ടി, അത് ഇമെയിൽ അയച്ച് അത് അപ്രൂവ് ആയത് ശരി കഴിഞ്ഞ ശേഷമാണ് പിന്നെ K-Smart എന്ന് പറഞ്ഞൊരു സിസ്റ്റം വരുന്നത്. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, K-Smart വന്നു കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിൻ്റെ വർക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. സിസ്റ്റം എറർ ഭയങ്കര പ്രശ്നമാണ്. അത് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളത് K-Smartൻ്റെ ഇത് വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ താജ് പത്തനംതിട്ട തന്നെ നമ്മൾ പുള്ളി ഹെഡ് ക്ലർക്കാണ് പഞ്ചായത്തിൽ. അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫിറോസ് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളത് വരച്ച് അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് തന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറയും. അത് പ്രകാരം കഴിഞ്ഞ ആഴ്ച അവരെ വീട്ടിൽ പോയി അത് കംപ്ലീറ്റ് ഡയമെൻഷനും കംപ്ലീറ്റ് എല്ലാം എടുത്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് സബ്മിറ്റ് ചെയ്യണം. അത് വരച്ച് റെഡി ആയി കഴിഞ്ഞാൽ ഈ ആഴ്ച നമ്മൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യും. നമ്മൾക്ക് അങ്ങനെ കൊടുക്കാതിരുന്നിട്ട് ഇപ്പം നമുക്ക് എന്താ ഗുണം കിട്ടുന്നത്? കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം അവർക്കാണ്, കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ
ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുക എന്നുള്ളത് ഒരു മിനിമം മര്യാദ ഉണ്ട്. ഇത് ഒരാൾ വീട് വെച്ചു, ഒരു 1000-1500 രൂപയുടെ ഒരു കാര്യം അവിടുത്തെ അത് നിങ്ങൾ മനസ്സിലാക്കണം, ആ ഏരിയയിലെ ഓഫീസിലോ അവിടെ പരിപാടികൾക്കും ഇയാളുടെ പണി ഇട്ടെറിഞ്ഞ് പോകാൻ പറ്റിയ ഒരു വീട് വെച്ച് കൊടുത്താൽ അതിന് ചിലപ്പോൾ രേണുവിൻ്റെ അച്ഛൻ പോകേണ്ടി വരും, കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതിനും അങ്ങേര് റെഡിയല്ല, പൈസയും ചിലവാക്കാൻ റെഡിയല്ല. ഈ രേണുവിനും അച്ഛനൊക്കെ ഒരു തോന്നൽ ചിലപ്പോൾ മനസ്സിൽ തോന്നിക്കാണൂടെ. ഈ ഫിറോസ് അടക്കം കുറേ ടീം ഇതിൻ്റെ പേരിൽ കുറേ അധികം പൈസ പിരിച്ച് ആ പൈസയിൽ നിന്ന് അവർ അടിച്ചു മാറ്റി കുറച്ച് പൈസയ്ക്ക് വീട് വെച്ച് കൊടുത്തു. അവർക്ക് ഭയങ്കരമായിട്ട് പ്രമോഷൻ കിട്ടി ഇതിന്ന്. അപ്പോൾ എല്ലാം അവർ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ലൈഫ് ലോങ് അവർ തന്നെ നോക്കണം എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് തോന്നുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ അലിഗേഷൻസ് ഒക്കെ എടുത്തിടുന്നത്. പിന്നെ ഈ പറയുന്ന ഹൗസ് നമ്പർ പരിപാടികൾ, ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, ഇതൊക്കെ എന്തിനാ? എൻഡ് ഓഫ് ദ ഡേ എന്ത് ആവശ്യത്തിനാണ്? കിച്ചുവിൻ്റെയും പിന്നെ ഇവൻ്റെയും ഋതപ്പൻ്റെയും പേരിലുള്ള സാധനമാണ് ഈ വീട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഇവർക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളും മേടിച്ച് വെച്ച് അല്ലെങ്കിൽ ഒരു ബ്ലെയിം ഗെയിം, അതായത് ഇത് തന്നില്ല, സ്ട്രെസ് ചെയ്ത് പറയുന്ന അവിടെ. ഇപ്പോൾ ഇപ്പോഴും വീടിൻ്റെ ഈ പറഞ്ഞ ഫങ്ഷൻസിൽ വരുന്ന പ്രശ്നങ്ങളും പൈപ്പ് പൊട്ടിച്ചാടുന്നതും മറ്റേ വാഷ് ബേസിൻ പൊട്ടിച്ചാടുന്നതും അങ്ങനത്തെ സീനുകളിൽ നിന്നും ഫാൻ പൊട്ടിച്ചാടിയത് ഈ സീനിൽ നിന്നൊക്കെ മാറിയിട്ട് കണ്ട ഇവർ ഉടായ്പാണ്. ഈ വീട് വെച്ചെന്നവർ ഉടായ്പ. ഇവരിതുവരെയായിട്ട് എന്ത് തന്നിട്ടില്ല, ഇങ്ങനെ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല. ഈ അടുത്ത സ്കീം ഇറക്കി തുടങ്ങുക. ശരി, ഇപ്പൊ ഈ സംസാരങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ താങ്കൾ വിശദീകരിച്ചല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അതിന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പബ്ലിക് ആയിട്ടുള്ള റെസ്പോൺസിന്റെ ആവശ്യമുണ്ടോ? ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് രേണുവിനോടോ അല്ലെങ്കിൽ രേണുവിൻ്റെ ഫാമിലിയോടോ എനിക്കൊരു പ്രത്യേക ദേഷ്യമോ അല്ലെങ്കിൽ പ്രത്യേക സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് അവരോടൊരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. ഇന്നേവരെ ഞാൻ അങ്ങനെയായിട്ട് സംസാരിച്ചിട്ടില്ല അവരുടെ അടുത്ത്. ഇത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് സംസാരിക്കുമ്പോൾ അവരൊരു ഭീഷണിയുടെ സ്വരം എപ്പോഴും ആഡ് ചെയ്യാണ്. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, അത് നിങ്ങൾ ചെയ്തു തന്നില്ലെങ്കിൽ, ഞങ്ങൾ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ ചോദ്യം. ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. രേണുവായിട്ട് ഞാൻ ഇന്നേവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. വീട് താമസം കഴിഞ്ഞിട്ട് അന്ന് പോകുന്നതാണ്. ഞാൻ പറഞ്ഞു, മുൻപ് ഞാൻ പറഞ്ഞു, രേണുവിൻ്റെ കമ്മ്യൂണിക്കേഷനില്ല, അവരുടെ അച്ഛനുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. പിതാവായിട്ടാണല്ലോ സംസാരിച്ചിരുന്നത്. ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെന്ന് എപ്പോഴെങ്കിലും അദ്ദേഹം വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു? എങ്ങനെയാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് രേണുവിന്റെ പിതാവ്? രേണുവിന്റെ പിതാവ് എപ്പോഴും പ്രശ്നങ്ങൾ പറയും, നിങ്ങൾ വന്നിട്ട് ശരിയാക്കി തരണം. അപ്പോൾ ഞാൻ പറയും, പൊന്നു ചേട്ടാ, ഞങ്ങൾ ഇത്രയും ദൂരം നിന്ന് വരണം. നിങ്ങൾ ലോക്കലായിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ശരിയാക്കി ഇത്രയും ദൂരം നിന്ന് ഞങ്ങൾ വരണം. അത് ലോക്കലായിട്ട് നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ട് ശരിയാക്കിയാൽ പോരെ? അപ്പോൾ ഇല്ല, നിങ്ങൾ തന്നെ ശരിയാക്കി തരണം. നിങ്ങൾ വീട് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണത്. നിങ്ങൾ ശരിയാക്കി തരുന്നില്ലെങ്കിൽ ഞങ്ങളത് സോഷ്യൽ മീഡിയ വഴി പറയേണ്ടി വരും ഞങ്ങൾക്ക്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആസ് എ ഹ്യൂമൻ ബീയിങ് ആരാനും ഇറിറ്റേറ്റഡ് ആയി പോകും, ആരാനും ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. ഞാനൊരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വീട് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു വീട് നിങ്ങൾക്ക് ആരെങ്കിലും തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ചേട്ടൻ അത് ഞങ്ങളടുത്ത് പറ. ആ വീട് ഞങ്ങൾ പൊളിച്ച് അവിടുന്ന് മാറ്റിത്തരാം നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങൾ വേറെ വീട് ഉണ്ടാക്കിക്കോ. ഇതടക്കം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ ഇപ്പോൾ തെറ്റായ രീതിയിൽ ഞാൻ വീട് ഇടിച്ചു പൊളിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം എന്താ പറയുക ഒരു മകനെ പോലെ നോക്കിയ വീടാണത്. നമ്മുടെ കുഞ്ഞുങ്ങളാരെങ്കിലും നമ്മൾ ഇടിച്ചു നിരത്തുമോ അല്ലെങ്കിൽ കൊല്ലുമോ? ഇതൊക്കെയാണ് ഇവിടെ രേണു സുധിയുടെ അച്ഛനോട് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ആള് സംസാരിച്ചിട്ടുള്ളത്. അതായത് സംഗതി ഇതൊരു കോൺട്രവേഴ്സി ആവും എന്നുള്ളത് ഇവർക്ക് എന്തെങ്കിലും പറ്റിയാൽ, അതായത് വീട് കറക്റ്റായി വെച്ച് കൊടുക്കാൻ പറ്റിയില്ല, ടൈം കുറേ എടുത്തു, അങ്ങനെയൊക്കെ എന്തെങ്കിലും വിഷയങ്ങൾ അല്ലെങ്കിൽ വെച്ച വീടിന് എന്തെങ്കിലും വിഷയം വന്നാലൊക്കെ ഇത് കോൺട്രവേഴ്സി ആവുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇവർ വെച്ച് കൊടുക്കുക, ഇല്ലേ? വെച്ച് കൊടുക്കുമ്പോൾ ഇവരുടെ എല്ലാ ഭാഗവും ക്ലിയർ ആക്കാതെ വെച്ച് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വീടാണെങ്കിൽ മനുഷ്യനുണ്ടാക്കുന്ന സാധനമാണ്, സിമെൻ്റാണ്, കല്ലാണ്, കമ്പിയാണ്, പ്ലാസ്റ്ററാണ്, അങ്ങനത്തെ പല സാധനങ്ങളുമാണ്. ഇതിനൊക്കെ കേടുപാടുകൾ പറ്റും. ഇനി എത്ര നല്ല ബിൽഡേഴ്സ് ബിൽഡ് ചെയ്ത ഒരു ബിൽഡിംഗ് ആണെങ്കിൽ പോലും ചിലപ്പോൾ അതൊക്കെ പൊട്ടിപ്പൊളിയാനും കേടുവരാനും സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ പറഞ്ഞ പോലെ ഇത് വെച്ചവൻ തന്നെ കാലാകാലം ഇത് നന്നാക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു തോട്ടൊക്കെയാണ് രേണുവിനും ഫാദറിനെന്നുണ്ടെങ്കിൽ മോശം എന്നല്ല ഒന്നും പറയാനില്ല. ഫാന് പൊട്ടി വീഴുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് അവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. ഫാന് അദ്ദേഹത്തിന് ഒന്നാമത്തെ അദ്ദേഹം നമ്മൾ വീട് സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ ഈ വീടൊന്ന് നനയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത് വീടൊന്ന് നനയ്ക്കണം, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാഫിനെ ഞാനിവിടെ നിർത്തണം, എന്നിട്ട് അതിന് ഡെയിലി ഞാൻ ശമ്പളം കൊടുത്തിട്ട് നനപ്പിക്കണം. ഇത് ചേട്ടാ നിങ്ങൾക്ക് നനക്കാൻ പുള്ളി പറഞ്ഞാൽ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്, ഞാൻ ബൈപ്പാസ് സർജറി ഞാനെന്തോ കഴിഞ്ഞൊരു വ്യക്തിയാണ്, എനിക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും. ഇത്രയും ഭയങ്കരമായിട്ട് എന്താണ് ഒരു രോഗിയായ ഒരു നെഞ്ചത്ത് ഒരു ഫാന് പൊട്ടി വീണ് കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണ്ടേ? എനിക്ക് തോന്നുന്നില്ല അവരെന്താ പറയുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വലിയൊരു കാറ്റ് വീശിയപ്പോൾ ഓട് പറന്നുപോയി, അങ്ങനെയൊക്കെ അതിന് സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ അവിടെ നമ്മൾ മുൻപ് വീടിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ ഏകദേശം ഒരു
5 or 6 ഓടുകൾ പറന്നുപോയി. അവിടെ പറന്നു പോയപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കംപ്ലീറ്റ് ഓടുകൾ നമ്മൾ ഇറക്കി. രണ്ടാമത് വീണ്ടും നമ്മൾ സ്ട്രോങ് ആണി ഇട്ടിട്ടാണ് വീണ്ടും നമ്മൾ അതിനകത്ത് ഓടുകൾ റീലോഡ് ചെയ്തത്. ഇതില് ഒരു ഇന്റർവ്യൂവിനകത്ത് തന്നെയാണ് ഇങ്ങനെ എന്ത് ചെയ്ത് ഈ നെഞ്ചൊക്കെ തുറന്ന് ഷർട്ടൊക്കെ മാറ്റി ഇവിടെ അങ്ങനെ പാടം കാണിക്കുന്നുണ്ട്, ഫാന് വന്ന് അടിച്ച്. ഇങ്ങനെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടും വയ്യാത്ത ഒരാളാണ് രേണുവിൻ്റെ അച്ഛൻ എന്നുണ്ടെങ്കിൽ അന്ന് സീനാവേണ്ടതാണ്. ഓക്കെ, പിന്നെന്താ അറിയോ, ഇയാള് ഞാൻ പറഞ്ഞു രേണുവിൻ്റെ അച്ഛനും രേണുവിൻ്റെ ഒക്കെ ബോഡി ലാംഗ്വേജ് ആണ് ഇവരെയൊക്കെ പ്രൊവോക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് നമുക്കൊക്കെ പ്രശ്നം, മനസ്സിലായില്ലേ? ഇപ്പം എന്നോട് ജെനുവിൻലി പറയാലോ, രേണുവിൻ്റെ അച്ഛൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഇറിറ്റേഷൻ ഉണ്ട്. ഞാൻ തുറന്ന് പറയുകയാണ്, എന്തൊരു ഇറിറ്റേഷനാണ് അയാളൊക്കെ ഉണ്ട്. അയാൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്. രേണുവിനേക്കാൾ ഇറിറ്റേറ്റിംഗ് ആണ് രേണുവിൻ്റെ അച്ഛൻ എന്നുള്ളത് ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. ഒരു കാര്യം പറയുമ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് ഒരു വില കൊടുക്കണ്ടേ? ഒട്ടും വിലയില്ല. അങ്ങേരനെ പക്ഷേ വീഡിയോയിൽ ഇരുന്ന് പറയുന്നുണ്ട് അങ്ങേരും പണ്ട് വീട് പണി പരിപാടിയൊക്കെ ചെയ്തിരുന്ന ആളാണ്, അങ്ങേർക്ക് പണിയും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് അറിയാം. ഇതെടുത്ത് ഫുള്ളല്ല കുറച്ച് പണികൾ, തറയുടെ പണിയും കല്ലിൻ്റെ പണിയൊക്കെ അങ്ങേരെടുത്തത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ബാക്കി പ്ലാസ്റ്ററിങ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് മോശമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേര് അങ്ങനെ ഇരുന്നു. പിന്നെ അങ്ങേർക്ക് വീട് പണീൻ്റെ സമയത്ത് അവിടെ കംപ്ലീറ്റ് നോക്കി നിന്ന് ജയിച്ചുകൂടായിരുന്നു. അങ്ങനെ ഡിമാൻഡിങ് ആണ് ഇവർ, മനസ്സിലായോ? ഇവർ ഡിമാൻഡിങ് ആണെന്നുള്ളത് ഈ ഫിറോസ് പറയുന്നുണ്ട്. പല കാര്യങ്ങളിലും ഇവർക്ക് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. എനിക്കറിയാൻ പാടില്ലേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനത്തിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യുമല്ലേ എന്നുള്ളത്. നമ്മൾ ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അന്വേഷിക്കുന്ന സമയത്ത് ആ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആർക്ക് വേണമെങ്കിലും വരാം, അത് എടുത്തു തരാം. പിന്നെ നമ്മൾ സാധനം വാങ്ങിച്ച മെറ്റീരിയൽസ് കംപ്ലീറ്റ്, പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഒരു 500 രൂപ തന്ന ആൾ വന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്, ഫിറോസ് എനിക്ക് അതിൻ്റെ കണക്കുകൾ വേണമെന്ന് പറഞ്ഞാൽ ഞാനത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലാതെ നിങ്ങൾ 500 തന്നുള്ളൂ കണക്ക് തരാൻ പറ്റില്ല എന്ന് പറയും. ഇനിവെന്തോ പൈസ തരാത്ത ഒരാൾ വന്നാൽ ഒരു കോമൺ പേഴ്സൺ, തേർഡ് പേഴ്സൺ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കണക്കുകൾ കാണിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും നമ്മളതിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മൾ അതിന് മെറ്റീരിയൽ വാങ്ങിച്ച എക്സ്പെൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഏകദേശം എത്ര രൂപയായി ആ വീട് പണിതെടുക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഏകദേശം അതിനകത്ത് മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ടൈൽസ് ഷോപ്പിൽ നിന്ന് ഞാൻ ടൈൽസ് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. സാനിറ്ററി ഫിറ്റിങ്സ് നമ്മുടെ ഷോപ്പിൽ നിന്നാണ് കൊടുത്തത്. അതിൻ്റെ ബാത്ത് ഫിറ്റിങ്സ്, ടാപ്പുകളെല്ലാം നമ്മൾ ഫ്രീ, വാഷ് ബേസ് ഇതെല്ലാം എൻ്റെ ഷോപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുത്തത്. ഡോറ് നമുക്ക് ഫ്രീ ആയിട്ടാണ് തന്നത്. അതായത് ജിപ്സം പ്ലാസ്റ്ററിങ് ഒരാൾ വന്നിട്ട് ഫ്രീ ആയിട്ട് തന്നത്. അങ്ങനെ പിന്നെ കുറേ ആൾക്കാർ ജോലി ചെയ്തിട്ട് പൈസ വാങ്ങിക്കാതെ ജോലി ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ വന്നു കഴിഞ്ഞാലും ഫർണിച്ചറെല്ലാം കൂടെ ഒരു 20-25 lakhs എന്തായാലും അതിനകത്ത് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, കയ്യിൽ നിന്ന് പൈസ ഇറക്കി വയ്യാവയിലെടുത്ത് തലയിൽ വെച്ച ഒരാളെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത്. പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ ഒരു കണക്കൊന്നും കീപ്പ് ചെയ്യാതിരിക്കുന്നില്ല. ബിക്കോസ് 24 അടക്കമുള്ള റെപ്യൂട്ടഡ് ചാനലുകളെല്ലാം മോണിറ്റർ ചെയ്ത് നടന്നൊരു പരിപാടി. ഭാവിയിൽ ചോദ്യങ്ങൾ വരുമോ എന്നുള്ളത് സംശയമല്ല, കൺഫേം ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ അവർ കീപ്പ് ചെയ്യാതിരിക്കില്ല. ആർക്ക് വേണം അത് പരിശോധിക്കാം. ഇപ്പോൾ രേണുവിൻ്റെ അച്ഛനുമായിരിക്കും ഇത് പരിശോധിക്കേണ്ട ഏറ്റവും വലിയ ആവശ്യമുള്ളത്. അവർക്ക് വേണമെങ്കിൽ പരിശോധിച്ചിട്ട് അവരുടെ ആ തെറ്റിദ്ധാരണ മാറ്റാമല്ലോ. ഏത് ഞാൻ വീണ്ടും പറയുന്നു, രേണു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇപ്പോൾ ഒരു കരിയർ ഉണ്ട്, ഒരു ഫേസ് ഉണ്ട്, ഓക്കെ, കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങളിങ്ങനത്തെ ഇനി മീഡിയ വഴിയുള്ള അലമ്പുകൾ പിടിച്ചെന്നാണ് ആവശ്യമില്ല, മനസ്സിലായി? ഓവറായ എല്ലാം ഒരുമാതിരി ഭയങ്കര വെറുപ്പ് വരുമില്ലായിരുന്നു. പിന്നെ ഈ വെറുത്ത് ഇഷ്ടപ്പെടുന്നുള്ളൊരു സ്കീമൊക്കെ അതിൽ നിന്നൊക്കെ പോയി. കാരണം വെറുപ്പായിരുന്നു, പിന്നെ ആദ്യം ഇഷ്ടമായിരുന്നു, പിന്നെ വെറുപ്പായി, വീണ്ടും ഇഷ്ടമായി, പിന്നെ വെറുപ്പായി. മനസ്സിലായില്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ രേണുവിന് ഒരു ടേക്ക് എ ബ്രേക്ക്, മാറി നിന്ന് അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ മീഡിയാസിനെ കാണുന്ന സമയത്ത് അവിടുന്ന് ഒരു ഹായ് ഹൂയി പറഞ്ഞിട്ട് പോവാന്നല്ലാതെ ഇത് വന്നതിനും പോയതിനൊക്കെ തല വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മനസ്സിലായി? എല്ലാ ഓഡിറ്റും ലൈഫിൽ ഒരു പ്രൈവസി ഇല്ലാതെ എല്ലാം കീപ്പ് ചെയ്യുന്നത് നാട്ടുകാരാണ്, മീഡിയ ആണ്. പിന്നെ അവരുടെ ഒരു ഇൻട്രൂഡിങ്, ഞാനടക്കമുള്ളവരുടെ ഒരു ഇൻട്രൂഡിങ് അവരുടെ പേഴ്സണൽ ലൈഫിൽ വരുകൂടെ, വരാതിരിക്കുന്നില്ല. അത് അവർ കീപ്പ് ചെയ്യേണ്ട ഒരു ബോർഡറാണ്, അത് അവർ കീപ്പ് ചെയ്യുന്നില്ല. പിന്നെ ഓപ്പണാണ്, ഒരു വീടിൻ്റെ ഗേറ്റ് മീഡിയയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട പോലെ തന്നെയാണ് അവരുടെ ലൈഫിൻ്റെ ഗേറ്റ് എന്ന് തോന്നുന്നു. മീഡിയയ്ക്ക് നാട്ടുകാർക്കൊക്കെ ഓപ്പണാണ്, ആർക്ക് വേണമെങ്കിൽ കയറിയിട്ട് എന്തോ ഓഡിറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പോകാന്നുള്ളതായിരിക്കും. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ അവർക്കൊന്നും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? ഒരു കീപ്പ് ചെയ്യേണ്ട ഒരു ബോർഡർ ഉണ്ട്, വരയ്ക്കേണ്ട ഒരു വരയുണ്ട്. അത് അവർ വരച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഹാപ്പൻ